ഇത് വെയിറ്റ് ചെയ്യണം കേട്ടോ. സൺസെറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ അക സ്പീക്കറോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എൻഡ് വരെ കാണാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ അൽ മജാസ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ വണ്ടിയിൽ വരികയാണെങ്കിൽ. ബസ്സിൽ വരികയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് സംവെയർ അറൗണ്ട് ഹാഫ് ആൻ അവർ. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അമേസിങ് പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഗ്രീനറീസ് ആണ്, ഫുൾ ഓഫ് ഗ്രീനറീസ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറേ സ്പോട്സിൽ പോയപ്പോഴും അവിടെ ഫുൾ ഓഫ് ഗ്രീനറീസ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് വേറൊരു രീതിയിൽ ഒരു എന്താ പറയുക, ഒരു അമേസിങ് പ്ലേസ് തന്നെയാണ് കേട്ടോ. സോ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും തന്നെ വി കുഡ് സി ആൻ അമേസിങ് സ്പോട്ട് ഓഫ് സ്മോൾ വാട്ടർഫാൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പ്ലേസ് വിച്ച് വി കുഡ് സി ഇൻ ദിസ് ലൊക്കേഷൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ടൈം. എന്നിട്ട് ഇവിടുന്ന് മെല്ലെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ ഒരു സ്പോട്ടിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. സോ ദാറ്റ്സ് വൈ നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് മെല്ലെ അവിടെ നിന്ന് നീങ്ങിയത്. കാരണം അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്. സോ വി നീഡ് ടു കവർ ദി എൻറ്റയർ തിങ് വിതിൻ 2 hours. നമ്മൾ 7-7:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് വീട്ടിൽ മെല്ലെ നടന്ന് അങ്ങനെ പോയി നമുക്കങ്ങനെ നമ്മുടെ സൺഡേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ലോക്കാ തോന്നുന്നു കേട്ടോ. ഇത് ഓടിക്കാൻ പറ്റും, പക്ഷെ അത് റിമോട്ട് കൺട്രോൾഡ് എന്തെങ്കിലും ആയിരിക്കും. മാനുവൽ ഡ്രൈവിംഗ്. സീ സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഏതോ ഒരു ഐലൻഡിൽ വന്നൊരു ഫീൽ കിട്ടില്ല. ക്യാൻ യു സീ ദാറ്റ് വാട്ടർ ഫ്രണ്ട്? അത് തന്നെയാണ് ഇതിൻ്റെ പേരുണ്ട്, അൽ മജാസ് വാട്ടർ ഫ്രണ്ട്. സീ സോ ബ്യൂട്ടിഫുൾ, അമേസിങ് അമേസിങ്. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഏരിയ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ പോരാത്തതിന് ഫ്രീ എൻട്രി ആണ്. സോ വി പ്രിഫറബിളി ചൂസ് the destinations where we have free entries. At the same time it's very interesting. എനിക്ക് പൊതുവേ നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയേഴ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആസ് കമ്പയർഡ് ടു മോൾസ് ആൻഡ് എവറിത്തിങ്. അതെന്താ ടെഡി ബെയറോ? ടെഡി ബെയർ. It's not moving. It's not moving. ഇതെങ്ങനെ ഓൺ ആക്കണം എന്ന് അറിയാൻ പറ്റുന്നില്ല. ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കിയിട്ട്. പക്ഷെ ഒരാളെയും കാണില്ല. ഇറ്റ്സ് വെരി ഗുഡ്. കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് ഈ സ്ഥലം. ഹോപ്പ് അപ്പോൾ രാത്രിയാവും ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൈറ്റ്സ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് ഞാനിങ്ങനെ ഇരിക്കുക. ഇറ്റ്സ് വെരി 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 പ്രിറ്റി. ഐ മീൻ ഓരോ ഡെസ്റ്റിനേഷൻസ് നമ്മൾ പോകുമ്പോഴും ഇറ്റ്സ് ബിക്കമിങ് മോർ പ്രിറ്റിയർ. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇറ്റ്സ് അൽ മജാസ്
വാട്ടർ ഫ്രണ്ട് ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക കേട്ടോ. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. യു വിൽ നെവർ റിഗ്രറ്റ്. അമേസിങ് വ്യൂ, അമേസിങ്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അപ്പോഴേ മ്യൂസിക് വന്നത് ഏത് വണ്ടിന്നാ? അപ്പോൾ ഇതിലാ? ഇതെങ്ങനെയാ അപ്പോൾ ഓൺ ചെയ്യേണ്ടത്? പക്ഷെ മൂവ് ആവണില്ലല്ലോ. അപ്പം അതിൻ്റെ കൺട്രോൾ ഏതെങ്കിലും ഒരാളുടെ അടുത്തായിരിക്കും. അത് പൈസ ഇട്ടിട്ടായിരിക്കും ഏട്ടാ. ഒരാളെയും കാണണ്ടല്ലോ ചോദിക്കാൻ. എന്ത്? നമുക്ക് അവിടെ കറങ്ങിയിട്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അങ്കിൾ വന്നു കഴിഞ്ഞാൽ അതാണ് ശ്രീ വരുന്നത്. ചിലപ്പോൾ അവർക്കറിയായിരിക്കും. എന്താ ചോദിക്കും അത്? 10 minutes? വേണ്ട, നമുക്ക് നൈറ്റിൽ വരാം ആരാധ്യ. ഇത് ഓരോ റെസ്റ്റോറൻറ്റ്സ് ആണ്. നല്ല കാറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ വാസ് വെരി ടെൻസ്ഡ് കാരണം ഇപ്പോൾ നല്ല ചൂട്, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് കേട്ടോ. സോ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാറ്റുണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് വെരി പ്ലെസൻറ്റ് ആംബിയൻസ് ഹിയർ. ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ക്രൂസ് അല്ല, കുട്ടി ബോട്ട്സ് ഉണ്ട് ഇവിടെ. പിടിക്കൂട്ടോ അവളെ. മഴ ശരിക്കും മഴ മുകളിൽ താഴെയല്ലേ വീഴ. ഇത് ഇവിടുന്ന് മഴ മുകളിലേക്ക് പോവാ. See the sunset, beauty of sunset. ഈ ഒരു എന്താ പറയുക, സൺസെറ്റ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ. ഇറ്റ്സ് വെരി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. വേവ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ശരിക്കുള്ള ബീച്ച്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലമില്ലേ, അത് പേരിനുള്ള ബീച്ചായിരുന്നു അല്ലേ? മംസാറൊക്കെ ആയിട്ടാ. ഐ മീൻ അതിനാളൊക്കെ എത്രയോ. ഐ വുഡ് ലൈക്ക് ടു ഗിവ് 100 out of 100 ഈ പ്ലേസ്. I will going to do 100. 100? What is 100? I doing 109. ഉള്ളത് സ്പീക്കറോ? കാണുമ്പോൾ അതുപോലെ ഉണ്ട്. ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തള്ളാറുണ്ട്. പക്ഷെ അത് സ്പീക്കർ പോലെ ശരിയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ രാത്രി ചിലപ്പോൾ സ്പീക്കേഴ്സ് ഓൺ ആക്കുമായിരിക്കും. പിന്നെ ചിരിച്ചിട്ടെങ്കിലും കോമഡി പറയോ? സ്പീക്കർ പിന്നെ എടുത്തോണ്ട് പോവല്ലേ? ഇല്ല. ഏട്ടൻ്റെ തൊട്ട് പിന്നാലെ സൺസെറ്റ്. റെസ്റ്റോറൻറ്റ്സൊക്കെ ഇപ്പോൾ ക്ലോസ്ഡാ തോന്നുന്നു. ചിലപ്പോൾ നൈറ്റ് ടൈമിലായിരിക്കും റഷ് കൂടുന്ന സമയത്ത് ഓപ്പൺ ആവുമായിരിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നിങ്ങളെല്ലാവർക്കും എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് പറയൂ. അമ്മൂമ്മമാരെ പോലെ ഈ പ്ലാസ്റ്റിക് ബാഗും കൊണ്ട് നടക്കുകയാണ്. വേറെ ഒന്നുമില്ല, കുറേ മെഡിസിൻസ് ഉണ്ട്. അതായത് എൻ്റെ തലചുറ്റലിൻ്റെ, തലവേദനയുടെ, വോമിറ്റിൻ്റെ. അപ്പോൾ എനിക്ക് സീ സിക്നെസ് ഉള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ കണ്ടാലും എനിക്ക് തലചുറ്റൽ, വോമിറ്റിംഗ് സെൻസേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ഫോർ പ്രിക്കോഷൻസ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗ് ഫുൾ ഓഫ് മെഡിസിൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് സീ ദിസ് അമേസിങ് വ്യൂ. ഇപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് തോന്നുന്നു. ജസ്റ്റ് സീ ദ വാട്ടർ ഫ്രണ്ട്. It's so amazing, the waterfront along with the sunset. എന്ത് രസമുണ്ട് നോക്കൂ. I just love it. I don't know whether it's very clear in the video, but then ഞാൻ മാക്സിമം നമ്മുടെ ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കണത്, so that it's very clear to you.
എന്താന്ന് എനിക്ക് ഒരു പിടി കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ എൻട്രൻസും കാണാൻ പറ്റുന്നില്ല. എന്താ നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ഇങ്ങനത്തെ നല്ല രസമുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോഴാണ് ഒരു സാധനം ഞാൻ കണ്ടത്, ഡൈനസോറിൻ്റെ തല. എന്താ ഡൈനസോറിൻ്റെ തലയാണിത്. ഹ്യൂജ് ബോൾ ആണ് സാർ. മറന്നു വെച്ചിട്ട് പോയതാ സാർ. അറിയില്ലേ? അത് വേണ്ടട്ടോ. ഒക്കെ കൂടി തിരിഞ്ഞു മറിഞ്ഞ് വീഴുമ്പോ പല്ലല്ല എല്ല്. താഴെ നോക്കി നടക്കട്ടോ, കുറെ കുഴികൾ. ഇതാ ഡൈനോസോറിന്റെ കാലിന്റെ ഇത് അടയാളം. ഡൈനോസോറിന്റെ കാലിന്റെ അടയാളം കണ്ടാ. See how she is correcting you. ഇതെന്താ കുപ്പിയോ? അത് കുപ്പി പോലെ ഉണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ ആം എൻഡിങ് അവർ ടുഡേയ്സ് വ്ളോഗ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.